പൊതുനിരത്തുകളിലെ ഫ്ലക്സ് ബോർഡ് നിരോധനം നെയ്യാറ്റിൻകര സിവിൽ സ്റ്റേഷന് ബാധകമല്ലേ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയാണ്. നിരത്തുവക്കിലെ ബോർഡുകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കുമ്പോൾ സർക്കാർ ഓഫീസുകളുടെ കേന്ദ്രമായ നെയ്യാറ്റിൻകര സിവിൽ സ്റ്റേഷൻ വളപ്പ് ഫ്ലെക്സ് ബോർഡുകളാൽ നിറഞ്ഞ അവസ്ഥയിലാണ്. നെയ്യാറ്റിൻകരയിലെ 40ഓളം സർക്കാർ ഓഫീസുകളാണ് നെയ്യാറ്റിൻകര സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത്. ദിവസവും 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. ജീവനക്കാരുടെ സംഘടനകളുടെ സമരങ്ങളുടെയും സമ്മേളനങ്ങളുടെയും അറിയിപ്പ് ബോർഡുകൾ ഓഫീസ് വളപ്പിൽ നിറഞ്ഞിരിക്കുകയാണ്. ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല. പല ബോർഡുകളും സർക്കാർ ഓഫീസുകളുടെ ബോർഡ് മറച്ചാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യമായി എത്തുന്നവർക്ക് ഓഫീസ് കണ്ടുപിടിക്കാൻ വട്ടം ചുറ്റേണ്ട അവസ്ഥയാണ്. പരിപാടി കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും അറിയിപ്പ് ബോർഡുകൾ നീക്കാൻ സംഘടനാ നേതാക്കളും തയ്യാറാകുന്നില്ല. സിവിൽ സ്റ്റേഷന് എതിർവശത്തായുള്ള താലൂക്ക് ഓഫീസ് സമുച്ചയവും ഫ്ലക്സ് ബോർഡ് മുക്തമല്ല. ഇവിടെയും ജീവനക്കാരുടെ സംഘടനകളുടെ സമരങ്ങളുടെ അറിയിപ്പുമായി ബോർഡുകളുണ്ട്. താലൂക്ക് ഓഫീസ് വളപ്പിൽ എക്സൈസ് ഓഫീസും 2 കോടതികളുമുണ്ട്. ഇവിടങ്ങളിലെയും ബോർഡുകൾ നീക്കം ചെയ്തിട്ടില്ല. സർക്കാർ ഉത്തരവുകൾ നടപ്പിലാക്കേണ്ടവർ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാതിരിക്കുന്നത് ആക്ഷേപവും ഉയരുകയാണ്. സിവിൽ സ്റ്റേഷൻ വളപ്പിലെയും താലൂക്ക് ഓഫീസ് വളപ്പിലെയും അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാനായി നോട്ടീസ് നൽകുമെന്നും ബോർഡുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുമെന്നും നഗരസഭാ സെക്രട്ടറി ബി സാനന്ദ് സിംഗ് അഭിപ്രായപ്പെട്ടു.